ഹായ് ഗായ്സ് കൊക്കോഹൈവാണ്. നിങ്ങൾ ഈ പ്ലേറ്റിൽ എന്തൊക്കെ കാണുന്നു? ചോറ്, മോരുകറി, ചിക്കൻ കറി, ചിക്കൻ തോരൻ, അതിൻ്റെ കൂടെ തെക്കേ വടക്കേ അറ്റത്തായിട്ടൊരു ചിക്കൻ അച്ചാർ കണ്ടോ? അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബൈ ദ ബൈ ഇതെൻ്റെ റെസിപ്പിയല്ല, ഇങ്ങനെ അടിച്ച് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ കിടക്കട്ടെ വെറുതെ രസത്തിന്. അപ്പം ആദ്യമേ നമ്മൾ ചിക്കൻ കുടിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തുകൊണ്ട് വരിക. അതിലേക്ക് കൈ കിട്ടിയതും കണ്ണി കണ്ടതായിട്ടുള്ള എല്ലാ പുളികളും തട്ടിക്കോ. ഞാൻ കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇത്തിരി കോൺഫ്ലവറും ഇത്തിരി തൈരും ഇത്തിരി നാരങ്ങ നീരോട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അങ്ങ് ഇളക്കി തിമിർത്ത് തകർത്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കണം. അവിടെ കുറച്ച് തണുക്കട്ടെ. ആ സമയത്തേക്ക് നമുക്കൊരു എന്ത് വേണം, ഉരുളിയില്ലേ, ഉരുളി വേണം. ഉരുളിയിലേക്ക് നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചിട്ട്, ചിക്കൻ വറുക്കുള്ള എണ്ണ ഒഴിച്ചിട്ട് നമ്മളതിലേക്ക് കുറച്ച് ആഡംബരത്തിന് വേണ്ടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരാവശ്യമില്ല, ഞാൻ പിന്നെ രസത്തിന് കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ ചെയ്യുന്ന ചിക്കൻ, അതെടുത്തുകൊണ്ട് തട്ടണയിലേക്ക്. എന്നിട്ട് ഇത് നല്ല വറുത്ത് നല്ല ചുമന്നെടുക്കണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബൈ ദ ബൈ ഇതാരും പെറുക്കി തിന്നരുത്, കാരണം നമ്മളിത് പെറുക്കി തിന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ അളവ് കുറയും. നമുക്ക് കുറച്ച് എണ്ണയിലേക്ക് കടുകും കറിവേപ്പില ഇട്ട് പൊട്ടിക്കണം. ബൈ ദ ബൈ ഞാൻ ഇവിടെ മണ്ടത്തരം കാണിച്ചു. ഞാൻ ഗ്യാസ് ഓണാക്കാതാണ് കറിവേപ്പിലയും കടുക് ഇട്ടത്. പിന്നെ ആ മണ്ടത്തരം മനസ്സിലാക്കി ഞാൻ ഗ്യാസ് കത്തിച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടു. ഇവിടെ നമ്മൾ കണ്ണി കണ്ട പൊടിയൊന്നും ഇടാൻ പാടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി മാത്രം ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് വിനാഗിരി, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പുളി കൂടും. അപ്പോൾ കുറച്ച് വിനാഗിരി ഇടുക. ഇവിടെ ഈ സമയത്ത് നമ്മൾ ഉപ്പും ഇട്ട് ഇളക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, വറുത്ത് വെച്ച ചിക്കൻ, അതിനിട്ട് തട്ടിയിട്ട് ഇളക്കിയെല്ലാം ഒന്ന് ഒരുമിപ്പിച്ചെടുക്കണം. എന്നിട്ടിനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കായപ്പൊടിയും കുറച്ച് ശർക്കരയായിരുന്നു ഞാൻ കണ്ട വീഡിയോയിൽ. പക്ഷേ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇത് പാതിരാത്രി ഉണ്ടാക്കുന്നത് കാരണം കടയിൽ പോയി വാങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ടത്. പഞ്ചസാര ഇട്ടൊരു കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയാണ്, കാണാൻ നല്ല രസമല്ലേ, കഴിക്കാൻ അടിപൊളിയാണ് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.